ആകാശവാണി കോഴിക്കോട് സാഹിത്യരംഗം. എല്ലാ ശ്രോതാക്കൾക്കും സാഹിത്യരംഗത്തിലേക്ക് സ്വാഗതം. ഇന്നാദ്യം ബഷീർ മലയാള സാഹിത്യത്തിലെ ഒറ്റമരക്കാട് പ്രഭാഷണം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സയൻസൺ പുന്നശ്ശേരി. എഴുത്തിലെ ഒറ്റമരത്തണലില്ലാത്ത 31 വർഷം. വെയിലേറ്റ് തളർന്ന പക്ഷിമൃഗാദികൾക്ക് തെളിനീർ കൊടുക്കുന്നതിന്റെ നന്മ എഴുത്തിലൂടെ സമൂഹത്തിലേക്ക് പടർത്തി നാട്ടുനർമ്മങ്ങളും കുടുംബ പുരാണവും തനത് ഭാഷയിൽ പറയുന്നത് പോലെ എഴുതി അനുഭവിപ്പിച്ച വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒളിമങ്ങാത്ത ഓർമ്മകൾക്ക് 31 വയസ്സ്. നോവലിസ്റ്റ്, കഥാകൃത്ത്, സ്വാതന്ത്ര്യ സമര സേനാനി എന്നിവയെല്ലാമായിരുന്ന ബഷീർ ബേപ്പൂരിന്റെ സുൽത്താനുമായി. മനുഷ്യസ്നേഹത്തിന്റെ അപാരത വായനക്കാരനെ അനുഭവിപ്പിച്ചു എന്നത് ബഷീറിന്റെ പ്രത്യേകതയായിരുന്നു. പാമ്പും പഴുതാരയുമടക്കം സകല ചരാചരങ്ങളും ഭൂമിയുടെ അവകാശികളാണെന്ന തത്വം പറയുക മാത്രമല്ല, ജീവിതത്തിലുടനീളം ഇത് പാലിക്കാനും ബഷീർ ശ്രമിച്ചു. 1908 ജനുവരി 21 കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പിലായിരുന്നു ബഷീറിന്റെ ജനനം. 1994 ജൂലൈ 5 കോഴിക്കോട് ബേപ്പൂരിൽ വെച്ചായിരുന്നു ഈ ലോകത്തു നിന്നുള്ള മടക്കം. 1982 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. 1970 കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പും ലഭിച്ചു. ബഷീറിന്റെ കൃതികൾ പുതുതലമുറയും ആർത്തിയോടെ വായിച്ചുകൊണ്ടേയിരിക്കുന്നു. രസകരവും സാഹസികവുമായിരുന്നു ബഷീറിന്റെ ജീവിതം. കേരളത്തിലെത്തിയ ഗാന്ധിജിയെ കാണാൻ 5ാം തരത്തിൽ പഠിക്കുമ്പോൾ വീട്ടിൽ നിന്നും ഒളിച്ചോടിയതാണ് ജീവിതത്തിൽ വഴിത്തിരിവ്. കാൽനടയായി എറണാകുളത്തെത്തി. അവിടെ നിന്നും കോഴിക്കോട്ടെത്തിയ ബഷീർ സ്വാതന്ത്ര്യ സമര രംഗത്ത് സജീവമായി. ഗാന്ധിജിയെ തൊട്ടു എന്ന് പിൽക്കാലത്ത് അദ്ദേഹം അഭിമാനത്തോടെ പറഞ്ഞിട്ടുണ്ട്. 1930 കോഴിക്കോട്ട് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് ജയിലിലായി. ഉജ്ജീവനത്തിൽ എഴുതിയ ലേഖനങ്ങളാണ് ബഷീറിന്റെ ആദ്യകാല കൃതികൾ. പ്രഭ എന്ന തൂലികാനാമമാണ് അന്ന് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. കുറെ വർഷങ്ങൾ ഇന്ത്യയൊട്ടാകെ ബഷീർ അലഞ്ഞു നടന്നു. സാഹസികമായ ഈ കാലയളവിൽ ബഷീർ കെട്ടാത്ത വേഷങ്ങളില്ല. ഉത്തരേന്ത്യയിൽ ഹിന്ദു സന്യാസിമാരുടെയും സൂഫിമാരുടെയും കൂടെ ജീവിച്ചു. പാചകക്കാരനായും മേജിക്കുകാരന്റെ സഹായിയായും കഴിഞ്ഞു. അറബി നാടുകളിലും ആഫ്രിക്കയിലുമായിരുന്നു തുടർന്നുള്ള സഞ്ചാരം. 9 വർഷം തുടർന്ന യാത്ര ബഷീറിൽ വിശാലമായ അനുഭവ ലോകം സൃഷ്ടിച്ചു. പത്മനാഭ പൈ പത്രാധിപരായിരുന്ന ജയകേസരിയിലാണ് ആദ്യ കഥ അച്ചടിച്ചു വന്നത്. തങ്കം എന്നായിരുന്നു കഥയുടെ പേര്. ജോലി അന്വേഷിച്ചാണ് ബഷീർ ജയകേരളം പത്രാധിപരുടെ അടുത്തെത്തിയത്. എന്നാൽ ജോലി തരാൻ നിവൃത്തിയില്ലെന്നും കഥ എഴുതി തന്നാൽ പ്രതിഫലം തരാം എന്നും മറുപടി. ഇത് കേട്ട ബഷീർ ഗത്യന്തരമില്ലാതെ കഥ എഴുതുകയായിരുന്നു. കറുത്തിരുണ്ട് വിരൂപയായ നായികയും ചട്ടുകാലും കോങ്കണ്ണും കൂനുമുള്ള യാചകൻ നായകനുമായാണ് തങ്കം എന്ന കഥ വികസിക്കുന്നത്. ഇത് അതുവരെയുണ്ടായിരുന്ന കഥാസങ്കല്പങ്ങളെ പൊളിച്ചെഴുതാൻ കെൽപ്പുള്ളവ കൂടിയായിരുന്നു. കുറച്ചു മാത്രം എഴുതിയിട്ടും ബഷീറിസം എന്നത് മലയാളികൾ ഒരു സാഹിത്യശാഖയായി ഏറ്റെടുത്തു. ശുദ്ധമായ നർമ്മം കൊണ്ട് ബഷീർ വായനക്കാരെ പൊട്ടിച്ചിരിപ്പിച്ചു. ഓർത്തോർത്ത് ചിരിക്കാനും വക നൽകി. ജീവിത സത്യങ്ങൾ വിവരിച്ച് കരയിപ്പിക്കുകയും ചെയ്തു. സമൂഹത്തിലെ അടിസ്ഥാന മനുഷ്യരുടെ കഥകൾ ബഷീർ പറഞ്ഞപ്പോൾ അത് ജീവൻ തുടിക്കുന്നതായി. അത് നമ്മുടേതുകൂടിയായി. ജയിൽപ്പുള്ളികളും ഭിക്ഷക്കാരും വേശ്യകളും പട്ടിണിക്കാരും സ്വർഗാനുരാഗികളും ബഷീറിന്റെ കഥാപാത്രങ്ങളായി വായനക്കാരിലേക്ക് പടർന്നു. ഇത്തരം കഥാപാത്രങ്ങളുടെ ചിന്തകൾക്കോ വികാരങ്ങൾക്കോ അതുവരെയുള്ള സാഹിത്യത്തിൽ സ്ഥാനമുണ്ടായിരുന്നില്ല. സമൂഹത്തിനു നേരെയുള്ള വിമർശം നിറഞ്ഞ ചോദ്യങ്ങൾ അദ്ദേഹം ഹാസ്യത്തിൽ പൊതിഞ്ഞ് ചോദിച്ചുകൊണ്ടേയിരുന്നു. മുസ്ലിം സമുദായത്തിൽ അക്കാലത്ത് നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കെതിരെയും വിമർശനാത്മകമായി ബഷീർ എഴുതി. ബാല്യകാല സഖി, പാത്തുമ്മായുടെ ആട്, ഇന്റെ പൂപ്പാക്കൊരാനുണ്ടാർന്ന് എന്നീ നോവലുകൾ ഇന്ത്യയിലെ പ്രധാന ഭാഷകളിലും പാശ്ചാത്യ ഭാഷകളിലേക്കും പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. മതിലുകൾ, ശബ്ദങ്ങൾ, പ്രേമലേഖനം എന്നീ നോവലുകളും പൂവൻ പഴം ഉൾപ്പെടെ 16 കഥകളുടെ ഒരു സമാഹാരവും ഓറിയന്റ് ലോങ്മാൻ ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ചു. നീലവെളിച്ചം എന്ന മൂലകഥയുടെ ചലച്ചിത്രാവിഷ്കാരമാണ് ഭാർഗവി നിലയം. ബഷീറിന്റെ മതിലുകളിലെ അഭിനയത്തിന് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും ലഭിക്കുകയുണ്ടായി. സിനിമയായി തീർന്ന ബഷീറിന്റെ 2ാമത്തെ നോവലാണ് ബാല്യകാല സഖി. പ്രേം നസീറാണ് മജീദായി അഭിനയിച്ചത്. ഈ നോവൽ പിന്നീട് പ്രമോദ് പയ്യന്നൂരിന്റെ സംവിധാനത്തിൽ വീണ്ടും സിനിമയായി പിറന്നു. മമ്മൂട്ടി നായകനായി. വായിക്കുമ്പോഴൊക്കെയും വായനക്കാരനെ കുട്ടികളാക്കുന്ന ബഷീറിന്റെ മാന്ത്രിക നോവലാണ് ബാല്യകാല സഖി. ജീവിതത്തിൽ നിന്നും വലിച്ചു ചീന്തിയ ഏടായതിനാൽ വക്കിൽ രക്തം പൊടിഞ്ഞ കഥ വിവിധ ഭാഷകളിലെ പരസഹസ്രം കുട്ടികളെ വിസ്മയത്തിലാക്കിയിട്ടുണ്ട്. പലരെയും വായനാലോകത്തേക്ക് കൈപിടിച്ച് നടത്തിച്ചതും ബാല്യകാല സഖിയാണ്. 9 വയസ്സുകാരനായ മജീദും 7 വയസ്സുകാരിയായ സുഹറയുടെയും കഥ ആദ്യം വൈരികളാക്കിയതും പിന്നീട് അടുപ്പിച്ചതും സുഹറയുടെ വീടിനടുത്തുള്ള തൈമാവിലെ മധുരമൂറുന്ന മാമ്പഴങ്ങളായിരുന്നു. കഥാന്ത്യത്തിൽ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് ഒത്തുചേരുന്നവരെ നാം പല നോവലുകളിലും കണ്ടിട്ടുണ്ട്. എന്നാൽ ബഷീറിന്റെ ബാല്യകാല സഖി ഇവിടെയും വേറിട്ടു നിൽക്കുന്നു.
മജീദും സുഹറയും പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന കാലം. പഠനത്തിൽ പിന്നിലായ മജീദിനോട് ഒന്നും കൂട്ടിയാൽ എത്രയാടാ എന്ന മാഷിന്റെ ചോദ്യം. ഉടനടി ഉത്തരം ഇമ്മിണി വലിയ 1. കണക്കിലെ ആ പുതിയ തത്വം കണ്ടെത്തിയതിന് അന്ന് മുഴുവൻ മജീദിനെ ബെഞ്ചിൽ കയറ്റി നിർത്തി. മലയാളികൾ മാത്രമല്ല, മൊഴിമാറ്റം ചെയ്ത് ബാല്യകാല സഖി വായിച്ചവരെല്ലാം ബഷീർ പഠിപ്പിച്ചത് ജീവിത ഗണിതമാണെന്ന് തിരിച്ചറിഞ്ഞു. മിടുക്കിയായിട്ടും ദാരിദ്ര്യം മൂലം തുടർന്ന് പഠിക്കാനാവാത്ത സുഹറ അക്കാലത്തെ ജീവിത സാഹചര്യത്തിന്റെ പ്രതീകമായിരുന്നു. പെൺകുട്ടികളുടെ തിരണ്ടു കല്യാണം പല കഥകളിലും വിഷയമായിട്ടുണ്ട്. പക്ഷെ ആദ്യമായാണ് മാർക്ക കല്യാണം സാഹിത്യത്തിൽ പ്രതിപാദന വിഷയമാകുന്നത്. സുഹറയും മജീദും അക്കൊല്ലം ജയിച്ചു. എന്നാൽ സുഹറയുടെ ബാപ്പയുടെ അകാല മരണം പട്ടണത്തിൽ പോയി പഠിക്കാനുള്ള സുഹറയുടെ സ്വപ്നം തകർത്തു. പട്ടണത്തിലെ സ്കൂളിൽ ചേർന്ന മജീദ് സുഹറയെയും സ്കൂളിൽ ചേർക്കാൻ തന്റെ ബാപ്പയോട് അപേക്ഷിച്ചുവെങ്കിലും അദ്ദേഹം അത് നിഷ്കരുണം നിരാകരിച്ചു. കാലിൽ വിഷക്കല്ല് കൊണ്ട് കിടപ്പിലായ മജീദിനെ ശുശ്രൂഷിക്കാനെത്തിയ സുഹറയിൽ നിന്ന് മജീദ് ആദ്യ ചുംബനത്തിന്റെ രുചി നുണഞ്ഞു. സുഹറ മജീദിനെയും മജീദ് സുഹറയെയും സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ബാപ്പയുമായുണ്ടായ ഉരസലിൽ വ്രണിത ഹൃദയനായി മജീദ് നാടുവിട്ടു. 8-10 വർഷക്കാലം ആരുമായും കത്തിടപാട് പോലും അവൻ നടത്തിയില്ല. ആരെങ്കിലും അന്വേഷിച്ചു വന്നാലോ എന്നതായിരുന്നു കാരണം. പണം സമ്പാദിക്കണം എന്ന മോഹമേ അവനില്ലായിരുന്നു. കാണുക, അറിയുക, അതായിരുന്നു ലക്ഷ്യം. അലഞ്ഞു തിരിഞ്ഞപ്പോൾ ജീവിതത്തിന്റെ നിരർത്ഥകത ബോധ്യപ്പെട്ട് വിഷാദാത്മകനായി മജീദ് നാട്ടിലേക്ക് തിരിച്ചു വന്നു. സുഹറയെ വിവാഹം കഴിച്ച് ശിഷ്ടജീവിതം കഴിച്ചുകൂട്ടുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ അവനെ കാത്തിരുന്നത് ദുരിതങ്ങളായിരുന്നു. കച്ചവടത്തിൽ എല്ലാം നഷ്ടപ്പെട്ട വൃദ്ധരായ മാതാപിതാക്കൾ, വിവാഹപ്രായം കഴിഞ്ഞ സഹോദരികൾ, എല്ലാറ്റിനുമുപരി വിവാഹിതയായ സുഹറയും. നഷ്ടത്തിന്റെ കാലമായിരുന്നു മജീദിനത്. 2ാം കെട്ടുകാരന്റെ ഭാര്യയായി തീരേണ്ടി വന്ന സുഹറയുടെ നരകതുല്യ ജീവിതം കണ്ട് വീണ്ടും അവൻ അവളുമായി അടുത്തു. സുഹറയെ സ്വന്തമാക്കാൻ പണമുണ്ടാക്കാനായി അവൻ നാടുവിട്ടു. ചെറിയ ജോലിയിൽ ജീവിതം വീണ്ടും പച്ചപിടിച്ചു തുടങ്ങുകയായിരുന്നു. പക്ഷേ വിധി വീണ്ടും അവനോട് ക്രൂരത കാണിച്ചു. ഒരു സൈക്കിൾ അപകടത്തിൽ ഒരു കാൽ പകുതി നഷ്ടപ്പെട്ടു. കമ്പനി കൊടുത്ത ചെറിയ നഷ്ടപരിഹാരവുമായി വീണ്ടും അവൻ തെരുവിലേക്കിറങ്ങി. വീട്ടുകാരോടോ സുഹറയോടോ തന്റെ ദുർഗതി അവൻ വെളിപ്പെടുത്തിയില്ല. അലഞ്ഞു തിരിഞ്ഞ് അവസാനം ഒരു ഹോട്ടലിൽ എച്ചിൽ പാത്രങ്ങൾ കഴുകുന്ന ജോലി ഏറ്റെടുക്കുന്നു. അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ട് കരകയറുകയായിരുന്ന അവന് വീട്ടിൽ നിന്ന് കത്ത് വന്നു. എല്ലാമായ സുഹറ ലോകത്തോട് എന്നേക്കുമായി വിട പറഞ്ഞിരിക്കുന്നു. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ശുഭപര്യവസായിയായ കഥകളും ഒരു നിസാര വിഘ്നം നേരിട്ടാൽ അന്യോന്യം മാല ചാർത്തി ആത്മഹത്യ ചെയ്യുന്ന കഥകളും വായിച്ചിട്ടുള്ളവർ ഈ കഥ വായിച്ച് ഞെട്ടി. അന്നുവരെയുണ്ടായിരുന്ന രചനാ രീതികളെല്ലാം തകർന്ന് തരിപ്പണമായി. വ്യക്തിവിശേഷമുള്ള കഥാപാത്ര സവിശേഷത കൊണ്ട് നീണ്ട ചെറുകഥ പോലുള്ള ഈ നോവൽ വായനാവിസ്മയമായങ്ങനെ തുടരുന്നു. 1943 പ്രേമലേഖനവുമായാണ് ബഷീർ മലയാള സാഹിത്യ ലോകത്തേക്ക് കടന്നു വന്നത്. തുടർന്നങ്ങോട്ട് മറ്റാരും പറയാത്ത കഥാപ്രപഞ്ചമാണ് അദ്ദേഹം സൃഷ്ടിച്ചത്. സ്വന്തം ജീവിതത്തിന്റെ റിപ്പോർട്ടറായിരുന്നു അദ്ദേഹം. റിപ്പോർട്ട് ചെയ്ത ജീവിതമാകട്ടെ അതുവരെ പറയാൻ അറച്ചു നിന്നവരുടെ കാര്യങ്ങളും. ബേപ്പൂരിൽ ബഷീർ സ്വന്തമായി വാങ്ങിയ 2 ഏക്കർ പറമ്പിൽ ഭൂമി മലയാളത്തിലുള്ള സർവ്വ മരങ്ങളും നട്ടുവളർത്തി. കൂട്ടത്തിൽ വിദേശികളും ഉണ്ടായിരുന്നു. അതിലൊന്നാണ് പ്രിയപ്പെട്ട മാങ്കോസ്റ്റിൻ. തന്റെ പറമ്പിൽ വൃക്ഷലതാദികൾക്കു പുറമെ കാക്കകൾ, പരുന്തുകൾ, പശുക്കൾ, ആടുകൾ, കോഴികൾ, പൂച്ചകൾ, പൂമ്പാറ്റകൾ, വവ്വാലുകൾ, കീരികൾ, കുറുക്കന്മാർ, എലികൾ, നീർക്കോലി മുതൽ മൂർഖൻ പാമ്പുകൾ വരെയുള്ള എല്ലാത്തിനെയും ജീവിക്കാൻ അനുവദിച്ചു. ഇവരെല്ലാം ഭൂമിയുടെ അവകാശികളാണെന്ന തത്വം പറയുകയും പ്രാവർത്തികമാക്കുകയും ചെയ്തു. ബഷീറിന് ചെടികളും പൂക്കളും സംഗീതവും എന്നും ഇഷ്ടമായിരുന്നു. എവിടെ ചെന്നാലും, അത് ജയിലിലായാൽ പോലും താൻ കഴിഞ്ഞുകൂടുന്നിടത്ത് പൂച്ചെടികളും പൂമുറ്റവും ബഷീർ ഉണ്ടാക്കുമായിരുന്നു. തിരുവനന്തപുരം സെൻട്രൽ ജയിൽ ജീവിതകാലത്താണ് ഇന്ത്യൻ സാഹിത്യത്തിന് മനോഹരമായ ഒരു കഥ ലഭിച്ചത്, മതിലുകൾ. സെൻട്രൽ ജയിലിൽ ബഷീറിന്റെ വിനോദം പൂന്തോട്ടമുണ്ടാക്കലായിരുന്നു. ആത്മകഥാംശം ഇത്രയേറെ വരുന്ന രചനകളുള്ള മറ്റൊരു കഥാകാരനും മലയാളത്തിലില്ല. സമകാലിക ആക്ഷേപങ്ങളും പരിഹാസങ്ങളും അവഹേളനങ്ങളും വിമർശനങ്ങളും നർമ്മരസങ്ങളും എല്ലാം ബഷീറിന്റെ കഥാനാമങ്ങളിലും കഥാവിഷയങ്ങളിലും സാർവത്രികമായി കാണാം. വിശുദ്ധ രോമം, ചട്ടുകാലി, അനൽ ഹക്ക്, ആൺവേശ്യ, റെയിലുകൾ മുഴങ്ങുന്നു, വിഡ്ഢികളുടെ സ്വർഗം, ഇബിലീസ് എന്ന പഹയൻ, കള്ളബുദ്ധൂസ്, നിന്റെ കരളിന്റെ വേദന, പാവപ്പെട്ടവരുടെ വേശ്യ, പെൺമീശ, ചുറിയൻപുഴു യുദ്ധം, ചേന്നന്റെ കടാരി, ഇൻസ്പെക്ടർ തമാശരാമൻ, വിശ്വവിഖ്യാതമായ മൂക്ക്, ശശിനാസ്, സെൽഫിച്ചുകൾ, കമ്മ്യൂണിസ്റ്റ് ഡൻ, എട്ടുകാലി മമ്മൂഞ്ഞ്, 101 നാക്കുകൾ, റേഡിയോഗ്രാം എന്ന തേര്, കമ്മ്യൂണിസവും കണ്ണൻ പഴവും, പെണ്ണും മന്ത്രിമാരും, വരട്ടുചൊറി, സഖാവ് പാമ്പ്, ഭാര്യയെ കട്ടുകൊണ്ടുപോകാൻ ആളെ ആവശ്യമുണ്ട്, ഭൂമിയുടെ അവകാശികൾ, ശിങ്കിടി മുങ്കൻ, മൂട്ട സന്ദേശം തുടങ്ങിയ പേരുകൾ കൊണ്ടുപോലും ബഷീർ വായനക്കാരെ വിസ്മയിപ്പിച്ചു. കഥാബീജം എന്ന നാടകവും ഭാർഗവി നിലയം എന്ന ഒരു തിരക്കഥയും ഒഴിച്ചാൽ മറ്റെല്ലാം ആത്മകഥാംശങ്ങൾ നിറഞ്ഞ കഥകളും നീണ്ട കഥകളുമാണ്. ഓർമ്മക്കുറിപ്പ്, അനർഘ നിമിഷം, മരണത്തിന്റെ നിഴലിൽ, മുച്ചീട്ടുകളിക്കാരന്റെ മകൾ,
സ്ഥലത്തെ പ്രധാന ദിവ്യൻ, ആനവാരിയും പൊൻകുരിശും, ജീവിത നിഴൽപ്പാടുകൾ, വിശപ്പ്, പാത്തുമ്മയുടെ ആട്, നേരും നുണയും, ഓർമ്മയുടെ അറകൾ, ആനപ്പൂട, ചിരിക്കുന്ന മരപ്പാവ, അനുരാഗത്തിന്റെ ദിനങ്ങൾ, ചെവിയോർക്കുക, അന്തിമ കാഹളം തുടങ്ങിയവയാണ് ബഷീറിന്റെ മറ്റു കൃതികൾ. ബഷീർ മലയാള സാഹിത്യത്തിലെ ഒറ്റമരക്കാട്. സയൻസൻ പുന്നശ്ശേരി സംസാരിക്കുകയായിരുന്നു.